കടലിന്റെ തിരകളുടെ ശബ്ദം, രാത്രിയിലും പകലിനെ ഓർമ്മപ്പെടുത്തുന്ന വൈദ്യുതി വിളക്കുകളുടെ പ്രകാശം, ഇവയെല്ലാം കാണുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന പേര് മുംബൈ ആണ്. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം. ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ നേടണമെന്ന് സ്വപ്നം കാണുന്ന വലിയ സ്വപ്നങ്ങൾക്ക് കെയർ ഓഫ് അഡ്രസ് ഈ നഗരം തന്നെയാണ്. ഇവിടത്തെ തെരുവുകളിൽ നടക്കുന്ന ഓരോ മനുഷ്യന്റെയും കണ്ണുകളിൽ ഒരു ആഗ്രഹം ഉണ്ടാവും. ചിലർക്ക് വെള്ളിത്തിരയിൽ തിളങ്ങുന്ന വലിയ നടനാകണം എന്നതാണ് ആഗ്രഹം. മറ്റു ചിലർക്ക് ആയിരക്കണക്കിന് കോടി സമ്പാദിക്കുന്ന വലിയ വ്യാപാരിയായിരിക്കണം എന്നതാണ് ആഗ്രഹം. ഇനിയും ചിലർക്ക് തങ്ങളുടെ നാട്ടിൽ കിട്ടാത്തതെങ്കിലും കുറഞ്ഞത് 2 നേരം ഭക്ഷണം ഇവിടെ കിട്ടുമോ എന്ന ചെറിയ ആഗ്രഹം മാത്രമേ ഉള്ളൂ. ലോകത്തിന്റെ കാഴ്ചയില് മുംബൈ എന്നാൽ ബോളിവുഡ് താരങ്ങള്, രാജ്യത്തെ നിയന്ത്രിക്കുന്ന കോടീശ്വരന്മാര്, ഉറങ്ങാത്ത പ്രകാശമുള്ള ലോകം മാത്രമാണ്. എന്നാ ആ നിറങ്ങളുടെ പിന്നിലും ആ പ്രകാശങ്ങളുടെ പിന്നിലും ഒരു ഭയാനകമായ ഇരുണ്ട സത്യം മറഞ്ഞിരിക്കുന്നു. സ്വപ്നത്തിലും കൽപ്പനയിലും ചിന്തിക്കാൻ കഴിയാത്ത സമ്പത്ത് ഒരു വശത്തുണ്ടെങ്കിൽ വയറ് നിറയാത്ത ദാരിദ്ര്യം മറുവശത്തുണ്ട്. സ്വപ്നങ്ങളുടെ നഗരം എന്ന് വിളിക്കപ്പെടുന്ന ഈ മുംബൈയില് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഓരോ ദിവസവും ജീവിതം ഒരു പോരായ്മയാകുന്നത് എന്തുകൊണ്ടാ? ലോകത്തിലെ ഏറ്റവും വിലയേറിയ നഗരങ്ങളിലൊന്നായ ഇവിടെ ഇന്നും ലക്ഷക്കണക്കിന് ആളുകൾ കുടിസകളിൽ എന്തുകൊണ്ടാണ് ദുരിതപ്പെടുന്നത്? ഈ ഇരുണ്ട യാഥാർത്ഥ്യങ്ങൾക്ക് പിന്നിലുള്ള യഥാർത്ഥ കാരണങ്ങൾ എന്താണെന്ന് ഇന്ന് നാം ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. പശ്ചിമ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മഹാനഗരം നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക ഘടനയ്ക്ക് ഹൃദയമാണ്. രാജ്യത്തിലെ ഏറ്റവും വലിയ ഓഹരി വിപണി ഇവിടെ തന്നെയാണ്. പ്രതിദിനം ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഇടപാടുകൾ ഇവിടെ നിന്നാണ് നടക്കുന്നത്. ലോകത്തെ ഞെട്ടിക്കുന്ന ബോളിവുഡ് വ്യവസായം ഇവിടെ തന്നെയാണ്. രാജ്യത്തെ നിയന്ത്രിക്കുന്ന അനേകം ബഹുരാഷ്ട്ര കമ്പനികൾ അവരുടെ സാമ്രാജ്യം ഇവിടെ നിന്നാണ് നടത്തുന്നത്. ഈ നഗരത്തിലെ ജനസംഖ്യ ഏകദേശം 20 മില്യണിലധികമാണ്. അതെമ്പമ്മ ചില രാജ്യങ്ങളുടെ ജനസംഖ്യയെക്കാള് ഈയൊരു നഗരത്തിന്റെ ജനസംഖ്യ കൂടുതലാണ്. ഇതൊരിക്കലും ഉറങ്ങാത്ത നഗരാണ്. പകല് രാത്രി എന്ന വ്യത്യാസമില്ലാതെ എല്ലാ തെരുവുകളും ആളുകളാൽ നിറഞ്ഞിരിക്കുന്നു. മുംബൈ എന്ന് പറഞ്ഞാല് ഓർമ്മ വരുന്നത് ലോക്കൽ ട്രെയിനുകളാണ്. ദിവസേന 80 ലക്ഷം കൂടി യാത്രക്കാരെ അവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കുന്നു. സത്യത്തില് മുംബൈ ഒരു ദ്വീപാണ്. 3 വശങ്ങളിലും കടലും ഒരു വശം മാത്രം കരഭാഗവുമുള്ള പ്രദേശം. നിലം കുറവാണ്, വരുന്ന ആളുകൾ കൂടുതലാണ്. മുംബൈ അവസരങ്ങൾക്ക് പേരുകേട്ടതുകൊണ്ടാണ് ആ അവസരങ്ങൾ തേടി ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ കുടിയേറുന്നത്. എന്നാ എല്ലാവർക്കും ആ സ്വപ്നങ്ങളുടെ നഗരം പുഷ്പപ്പന്തലായിരിക്കണമെന്നില്ല. വരുന്ന ഓരോരുത്തർക്കും താമസിക്കാൻ സ്ഥലം ലഭിക്കണമെന്നില്ല. കൈനിറയെ ശമ്പളം ലഭിക്കുന്ന ജോലി കിട്ടണമെന്നില്ല. അതിന്റെ ഫലമായാണ് നഗരത്തിന്റെ 4 കോണുകളിലും കുടിസൈവാസികൾ രൂപപ്പെടുന്നത്. ലോകത്തിലെ മറ്റേതെങ്കിലും നഗരത്തിലും സമ്പത്തിനും ദാരിദ്ര്യത്തിനും ഇടയിലെ ഇത്രയും കടുത്ത വൈരുദ്ധ്യം കാണാനാവില്ല. ഒരു പ്രാവശ്യം മുംബൈയിൽ നടക്കുമ്പോൾ ഈ വ്യത്യാസം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ഒരു വശത്ത് 100 കണക്കിന് കോടി രൂപ വില വരുന്ന ആഡംബരമായ ആകാശചുംബികളുണ്ടാവും. ആ കെട്ടിടങ്ങളുടെ മേൽക്കൂരയില് നീന്തൽക്കുളങ്ങളും ഹെലിപ്പാഡുകളും ഉണ്ടായിരിക്കും. പക്ഷേ അതേ കെട്ടിടങ്ങളുടെ നിഴലിൽ തന്നെ തലമറയ്ക്കാൻ ശരിയായ മേൽക്കൂരയില്ലാതെ പ്ലാസ്റ്റിക് ഷീറ്റുകളും തകിടുകളും കൊണ്ട് മൂടിയ കുടിസകൾ കാണാം. ആകാശത്തുനിന്ന് നോക്കുമ്പോൾ മുംബൈ ഒരു അത്ഭുതകരമായ മഹാനഗരമായി തോന്നും. പക്ഷേ നിലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ മുറിയില് 8 മുതൽ 10 പേർക്ക് കാലുകൾ നീട്ടിക്കിടക്കാൻ പോലും ഇടമില്ലാതെ കിടക്കുന്ന ദൃശ്യങ്ങള് കണ്ണീരുണ്ടാക്കും. ഇവിടെയുള്ള ലക്സറി ടവറുകള് എത്ര ഉയരത്തിൽ ഉയരുന്നുവോ അതിനു പിന്നിലുള്ള കുടിസകളുടെ നിരയും അത്ര തന്നെ നീളത്തിൽ വളരുന്നു. പണക്കാരന്മാര് കൂടുതൽ പണക്കാരന്മാരായി, ദരിദ്രർ അവരുടെ ദാരിദ്ര്യത്തിൽ തന്നെ കുടുങ്ങിപ്പോകുന്ന ഈ സംവിധാനം മുംബൈക്ക് വലിയൊരു വെല്ലുവിളിയാണ്. മുംബൈയിലെ ദാരിദ്ര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിർബന്ധമായും പരാമർശിക്കേണ്ടതും ആഴത്തിൽ വിശകലനം ചെയ്യേണ്ടതുമായ ഒരു പേര് ധാരാവിയാണ്. ഇത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വലിയ കുടിസൈ പ്രദേശങ്ങളിലൊന്നാണ്. ഏകദേശം 500 ഏക്കർ വിസ്തീർണത്തിലെ 10 ലക്ഷം പേരിലധികം ആളുകൾ ഇവിടെ ജീവിക്കുന്നു. ഒരു പ്രാവശ്യം ഈ സംഖ്യ നിങ്ങൾക്ക് മനസ്സിൽ വരുത്തി നോക്കൂ. ശ്വാസം പോലും എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ചെറിയ ഇടുക്കങ്ങളാണ് ഇവിടെയുള്ള ചെറിയ വഴികൾ. 2 പേർ ഒപ്പം നടക്കണമെങ്കിൽ ശരിയായി ഒതുക്കി നടക്കേണ്ടി വരും. സൂര്യപ്രകാശം പോലും കടന്നുവരാത്ത ഇടുക്കമായ വഴികളാണ് അവ. പക്ഷേ ധാരാവി എന്നത് വെറും ദാരിദ്ര്യം മാത്രമല്ല. മുകളിൽ കാണുന്ന കുടിസൈ പ്രദേശത്തിന് പിന്നില് അത്യന്തം കഠിനമായ ഒരു തൊഴില്, ഒറ്റത്തൊടിയുള്ള ഒരു സാമ്പത്തിക സംവിധാനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെയുള്ള ഓരോ വീട്ടിലും ഒരു ചെറിയ ഫാക്ടറി ഉണ്ടാവും. പ്ലാസ്റ്റിക് വസ്തുക്കള് റീസൈക്കിൾ ചെയ്യുന്ന യൂണിറ്റുകള്, തൊലി വ്യവസായം,
കമ്പാരിന്റെ ജോലി, വസ്ത്രനിർമ്മാണ കേന്ദ്രങ്ങള്, അപ്പളം, ബേക്കറി ഉൽപ്പന്നങ്ങൾ നിർമ്മാണം എന്നിങ്ങനെ ആയിരക്കണക്കിന് വ്യാപാരങ്ങള് ധാരാവി തെരുവുകളിൽ തുടർച്ചയായി നടക്കുന്നു. നിങ്ങൾക്കറിയാവോ, ഈ ധാരാവിൽ നടക്കുന്ന വാർഷിക വ്യാപാരം ഏകദേശം 7,000 കോടി രൂപയ്ക്ക് മുകളിലാണ്. അതൊരു വലിയ കോർപ്പറേറ്റ് സ്ഥാപനത്തിന്റെ വ്യാപാരത്തിന് തുല്യാണ്. എത്രയോ കുടുംബങ്ങള് തലമുറകളായി വർഷങ്ങളോളം ഇവിടെ തന്നെ ജനിച്ചു വളരുന്നു. രാവിലെ എഴുന്നേറ്റതോടെ ജോലി പോകുന്ന ആളുകളും പുസ്തക ബാഗ് ചുമന്ന് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളും. ഇങ്ങനെ ആ പ്രദേശം എത്രയോ ഉത്സാഹത്തോടെ ജീവിച്ച് തളിർക്കുകയാണ്. കുടിശ്ശിക പ്രദേശത്താണെന്ന് അവരൊരിക്കലും നിരാശരാവുന്നില്ല. അവരുടെ കൈകളിൽ കഴിവുണ്ട്, കണ്ണുകളിൽ ആസക്തിയുണ്ട്. പക്ഷെ ഇവിടെയുള്ളവര് നേരിടുന്ന വെല്ലുവിളികള് വാക്കുകളിൽ പറയാൻ കഴിയാത്തവയാണ്. ഒരു തന്നെ ശൗചാലയം നൂറുകണക്കിന് ആളുകൾ ഉപയോഗിക്കേണ്ടി വരുന്ന ദയനീയ അവസ്ഥ. ശുദ്ധമായ കുടിവെള്ളത്തിനായി ഓരോ ദിവസവും പോരാട്ടം തന്നെ. മഴക്കാലം വന്ന മതി, വീടുകളിലേക്ക് മലിനജലം കയറി രോഗങ്ങൾ പടരുന്നു. ആരോഗ്യപ്രശ്നങ്ങള്, ജനസംഖ്യയുടെ അടിച്ചമച്ചത, ശുചിത്വക്കുറവ് ഇവയെല്ലാം ഇന്നും ധാരാവിയിലെ ജനങ്ങളുടെ ദിവസേനയുള്ള ജീവിതത്തിൽ ഒരു കയ്പു സത്യമാണ്. ഇത്രയും ബുദ്ധിമുട്ടുകൾക്കിടയിലും അവർക്ക് ആ കുടിസേ പ്രദേശം വിട്ടുപോകാൻ കഴിയുന്നില്ല. കാരണം അവരുടെ ജീവിതവും ഉപജീവനവും എല്ലാം ആ ഇടുക്കളിലേക്കാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. മുംബൈയിൽ കണ്ടാല് മനസ്സിനെ ഉലച്ചു കളയുന്ന കാഴ്ചകളിൽ മറ്റൊന്ന് റെയിൽവേ പാതകളുടെ ഭാരമൊക്കെ വളർന്നിരിക്കുന്ന കുടിസൈകളാണ്. നിങ്ങൾ മുംബൈ ലോക്കൽ ട്രെയിനിൽ യാത്ര ചെയ്താൽ കിലോമീറ്ററുകളോളം ട്രാക്കിനരികിൽ നിരന്നിരിക്കുന്ന ബസ്തികൾ നിങ്ങൾക്ക് കാണാം. ആ വീടുകള് ട്രെയിൻ പാതകളിൽ നിന്ന് വെറും 3 അടി ദൂരത്തിലാണ് നിലകൊള്ളുന്നത്. പകല് രാത്രി എന്ന വ്യത്യാസമില്ലാതെ ഓരോ മിനിറ്റിലും ഒരു ട്രെയിൻ ആ പാതയിൽ പോകുന്നുണ്ട്. ആ ട്രെയിനുകൾ പോകുമ്പോഴുണ്ടാവുന്ന കാത് പിളർക്കുന്ന ശബ്ദം, ഭൂവി കുലുങ്ങല്, ഉയർന്നു പറക്കുന്ന പൊടി ഇവയെല്ലാം ആ ജനങ്ങളുടെ ജീവിതത്തില് സാധാരണമായ കാര്യങ്ങളായി മാറിയിരിക്കുന്നു. സത്യത്തില് ആ കുടിലുകളില് അവരെങ്ങനെ ഉറങ്ങുന്നു എന്ന് കൽപ്പന ചെയ്യുന്നത് പോലും ബുദ്ധിമുട്ടാ. ചെറിയ കുട്ടികള് ആ അപകടകരമായ റെയിൽവേ പാതകൾക്കരികിൽ തന്നെ കളിക്കുന്നു. ഏതു നിമിഷം ട്രെയിൻ വരും, ഏത് ചെറിയ അശ്രദ്ധയിൽ ജീവൻ നഷ്ടപ്പെടുമെന്നറിയാത്ത ഭയം. ട്രെയിൻ വരുമ്പോ അമ്മമാർ അവരുടെ കുട്ടികളെ കെട്ടിപ്പിടിച്ചു നിൽക്കും. വീട്ടിലെ സ്ത്രീകള് ആ റെയിൽവേ പാതകൾക്കരികിൽ തന്നെ പാചകം ചെയ്യും, വസ്ത്രങ്ങൾ ഒടുക്കും. പുരുഷന്മാര് കൂലിവേലയ്ക്ക് പോകും. ജീവിതത്തിന് അപകടം ഓരോ നിമിഷവും മുന്നിൽ കാത്തിരിക്കുമ്പോഴും അവരവിടെയാണ് ജീവിക്കുന്നത്. അതിനുള്ള കാരണം മുംബൈയിലെ വാടകകള് ആകാശത്തെത്തുന്നതാണ്. ഒരു ചെറിയ മുറിക്ക് പോലും വാടക നൽകാന് ആയിരക്കണക്കിന് രൂപ വേണം. അത്രയും സാമ്പത്തിക ശേഷിയില്ലാത്ത ആ ദരിദ്രർക്ക് വേണ്ടിയുള്ളതല്ലാത്ത ഈ റെയിൽവേ സ്ഥലങ്ങൾ തന്നെയാണ് അവരുടെ ജീവൻ രക്ഷയായിരിക്കുന്നത്. ഇത്ര കഷ്ടങ്ങളും ഇത്ര കണ്ണീരും ഉണ്ടായിട്ടും ആളുകൾ അവരുടെ ഗ്രാമങ്ങൾ വിട്ട് മുംബൈയിലേക്ക് എന്തുകൊണ്ട് വരുന്നു? ഇതിന് ഒരേ ഒരു ഉത്തരാണ് ആഫേ. നമ്മുടെ രാജ്യത്തിലെ പല ഗ്രാമങ്ങളിലും കൃഷി ഇന്ന് ലാഭകരമല്ല. മഴ പെയ്യാതെ, വിളകൾ വളരാതെ കടഞ്ചുമയിൽ കുടുങ്ങിയിരിക്കുന്ന കർഷകർ എത്രയോ പേരുണ്ട്. ഗ്രാമങ്ങളിൽ ഫാക്ടറികളില്ല, ജോലി ലഭിക്കാറില്ല. കുടുംബത്തിന്റെ വിശപ്പ് തീർക്കാൻ വേറെ വഴി അറിയാത്തപ്പോ ഗ്രാമത്തിലെ മനുഷ്യന്റെ കണ്ണുകള് നഗരങ്ങളിലേക്കാണ് തിരിയുന്നത്. മുംബൈയിലേക്ക് പോയാലെങ്കിലും ഏതെങ്കിലും ഒരു ജോലി കിട്ടുക, ഒരു ദിവസത്തേക്കെങ്കിലും 200 രൂപ സമ്പാദിക്കാനാവുമോ? നമ്മുടെ ജീവിതം ഈ കഷ്ടതകളിലൂടെയാണ് ഉണരുന്നത്. കുറഞ്ഞത് നമ്മുടെ കുട്ടികളുടെ ഭാവിയെങ്കിലും മാറുമെന്ന വലിയ ആഗ്രഹമാണ് അവരെ ആ ട്രെയിനിൽ കേട്ടുന്നത്. കാലി പോക്കറ്റുമായി കണ്ണുകളിൽ സ്വപ്നങ്ങളോടെ മുംബൈ സെൻട്രൽ സ്റ്റേഷനിൽ ഇറങ്ങുന്ന ഓരോ മനുഷ്യനും ഒരു വീരനാണ്. ചിലരുടെ വിധി മാറാം, അവരുടെ കഷ്ടപ്പാട് ഫലപ്രദമായി അവർ ഉയരാം. പക്ഷേ 100-90% ആളുകൾ ആ നഗരത്തിലെ ഉയർന്ന ചെലവിനും അവർക്ക് ലഭിക്കുന്ന കുറഞ്ഞ വരുമാനത്തിനുമിടയിൽ ചുരുങ്ങി ആ കുടിശ്ശിക പ്രദേശങ്ങളിലേക്ക് സ്ഥിരമായി കുടുങ്ങിപ്പോകുന്നു. വാസ്തവത്തില് മുംബൈയിലെ ദാരിദ്ര്യം വെറും വ്യക്തിഗത പ്രശ്നമല്ല. ഇതിനു പിന്നില് പല പതിറ്റാണ്ടുകളായി അടിഞ്ഞുകിടക്കുന്ന ശക്തമായ സാമൂഹ്യ രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. ഒരു വശത്ത് ഗ്രാമീണ സാമ്പത്തിക ഘടന തകർന്നതുകൊണ്ട് കുടിയേറ്റങ്ങൾ വർദ്ധിക്കുന്നു. മറ്റൊരു വശത്ത് നഗരത്തില് പാവപ്പെട്ടവർക്ക് മതിയായ വില കുറഞ്ഞ വീട് സൗകര്യങ്ങളില്ല. സർക്കാർ കൊണ്ടുവരുന്ന പുനരധിവാസ പദ്ധതികള് കാഗിതത്തിൽ മാത്രം പരിമിതപ്പെടുകയോ പതിറ്റാണ്ടുകളോളം വളരെ മന്ദഗതിയിലായോ നടപ്പിലാക്കപ്പെടുന്നതും ഒരു പ്രധാന കാരണമാണ്. ലക്ഷക്കണക്കിന് ആളുകള് ഒരേ നഗരത്തിലെ താമസവും ജോലി അന്വേഷിക്കുമ്പോൾ ആ നഗരത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നു. അതിനാലാണ് കുടിസേവാസികള് കാളാനുകളെ പോലെ വ്യാപകമായി പടരുന്നത്. സമ്പത്തെല്ലാം ചിലരുടെ കൈകളിൽ മാത്രം കെട്ടിച്ചേരുന്നു.
ശ്രമത്തിന് യോജിച്ച പ്രതിഫലം ലഭിക്കാത്തതുപോലുള്ള ഘടനാപരമായ കുറവുകളാണ് ഈ അന്തരങ്ങളുടെ യഥാർത്ഥ കാരണം. എന്നാ ഇത്രയും വേദനയ്ക്കിടയിലും ഒരു വലിയ പ്രചോദനം ഒളിഞ്ഞിരിക്കുന്നു. മുംബൈ എന്നാല് വെറും കണ്ണീർ കഥ മാത്രല്ല. ഇത് അനന്തമായ പോരാട്ടത്തിന്റെയും അഴിയാത്ത ആത്മവിശ്വാസത്തിന്റെയും പ്രതീകാണ്. ധാരാവി പോലുള്ള അനേകം ബസ്തികളില് അനേകം പേർ തങ്ങളുടെ വിധി മാറ്റാൻ ദിവസവും രാത്രി പകലെന്ന വ്യത്യാസമില്ലാതെ കഠിനമായി ജോലി ചെയ്യുന്നു. അവിടെയുള്ള കഷ്ടപ്പാടുകളിലൂടെയാണ് തെരുവു വിളക്കുകളുടെ കീഴിൽ അനേകം കുട്ടികൾ പ്രയാസപ്പെട്ടു പഠിച്ച് ഉയർന്ന നിലയിലേക്ക് എത്തുന്നത്. ഇന്റർനെറ്റിന്റെ അനുഗ്രഹം കൊണ്ടോ സ്മാർട്ട് ഫോണുകൾ വഴി തങ്ങളുടെ കഴിവുകൾ ലോകത്തിന് പരിചയപ്പെടുത്തി ജീവിതം മാറ്റുന്ന യുവാക്കള് അനേകം പേരുണ്ട്. തങ്ങളെ കുട്ടികൾക്ക് നല്ല ഭാവി നൽകണമെന്ന് ആഗ്രഹിച്ച് പകലും രാത്രിയും കഷ്ടപ്പെടുന്ന മാതാപിതാക്കളുടെ വിയർപ്പു തുള്ളികളില് നാളെയിലേക്കുള്ള വിശ്വാസം കാണാം. ഇന്നലെ ചെറിയ വ്യാപാരങ്ങളായിരുന്നവ ഇന്ന് വലിയ സ്ഥാപനങ്ങളായി വളർന്ന ഉദാഹരണങ്ങൾ അനേകമുണ്ട്. മുംബൈ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പുതിയ അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. എത്രയോ ആളുകൾക്ക് അന്നം നൽകിയിട്ടുണ്ട്. എത്ര കഷ്ടങ്ങൾ വന്നാലും എത്ര ചുഴലിക്കാറ്റുകൾ വന്നാലും മുംബൈ നഗരം ഒരിക്കലും തളരില്ല. അവിടെയുള്ള ആളുകൾ ഒരിക്കലും തോറ്റുപോവില്ല. മുംബൈയിലെ സ്വപ്നങ്ങൾ എത്ര വലുവയോ അതുപോലെ കഷ്ടങ്ങളും വലുവയാണെന്നത് ഈ നഗരത്തിന്റെ പ്രത്യേകതയാണ്. ഒരു വശത്ത് ലോകത്തിലെ ഏറ്റവും വിലയേറിയ റിയൽ എസ്റ്റേറ്റ് സാമ്രാജ്യം, മറ്റൊരു വശത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത കുടിസൈവാസികള്, ഒരു വശത്ത് കണ്ണാടി കെട്ടിടങ്ങൾ, മറ്റൊരു വശത്ത് റെയിൽവേ പാളങ്ങൾക്കരികിൽ ദിവസവും പോരാടുന്ന ജീവന്മാര്. യഥാർത്ഥ വളർച്ചയെന്നത് എന്താ? രാജ്യത്തിന്റെ GDP വളരുന്നതാണോ? ഷെയർ മാർക്കറ്റ് സൂചികള് ആകാശം തൊടുന്നതാണോ? അല്ല. വളർച്ചയെന്നത് വെറും ആകാശം തൊടുന്ന കെട്ടിടങ്ങൾ പണിയുന്നത് മാത്രമല്ല. സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ള ഏറ്റവും ദരിദ്രനായ മനുഷ്യന്റെ ജീവിതം എത്രമാത്രം മുന്നേറിയിട്ടുണ്ട് എന്നതാണ്. ആ ദരിദ്രന് ഒരു സുരക്ഷിതമായ വീട്, അവരുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടോ എന്നതാണ് യഥാർത്ഥ വളർച്ചയുടെ യഥാർത്ഥ മാനദണ്ഡം. മുംബൈയിലെ ഈ ഇരുണ്ട യാഥാർത്ഥ്യങ്ങൾ ഈ കാര്യങ്ങൾ നമുക്ക് കണ്ണിൽ കാണിക്കുന്ന പോലെ പഠിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്താ പറയുന്നത്? ഇങ്ങനെ കുടിയേറ്റങ്ങൾ തുടരുകയാണെങ്കിലേ ഭാവിയിൽ മുംബൈ പോലുള്ള നഗരങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും? കുടിസയുടെ മുഖം ഒരിക്കലെങ്കിലും മാറോ? ഈ അതിരില്ലാത്ത സാമ്പത്തിക അസമത്വങ്ങളും ദാരിദ്ര്യവും കുറയണമെങ്കിൽ സംവിധാനത്തിൽ എങ്ങനെയുള്ള മാറ്റങ്ങൾ വരണം എന്ന് നിങ്ങൾ കരുതുന്നു? താങ്കളുടെ വിലമതിക്കാനാവാത്ത അഭിപ്രായം താഴെയുള്ള കമന്റുകളിൽ നിർബന്ധമായി പങ്കുവയ്ക്കൂ. ഈ ഡോക്യുമെന്ററി നിങ്ങളുടെ മനസ്സിനെ ഉലക്കി ചിന്തിപ്പിച്ചുവെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യൂ. കൂടുതൽ ആഴത്തിലുള്ള വിശകലനങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ ഈ പ്രധാനപ്പെട്ട വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും പങ്കുവയ്ക്കൂ. മറ്റൊരു രസകരവും ചിന്തിപ്പിക്കുന്ന വീഡിയോയുമായി വീണ്ടും കാണാം.